കനത്ത സുരക്ഷ നിലനിൽക്കുന്ന ഈ പ്രദേശത്താണ് തൃണമൂൽ എം പിമാർ കടന്നു വരുന്നത്. ഡെറിക് ഒബ്രിയാൻ, മഹുവ മൈത്ര തുടങ്ങിയ എം പിമാരുടെ നേതൃത്വത്തിലാണ് രാവിലെ ഇവിടെ എത്തി ഈ കർത്തവ്യ ഭവൻ്റെ മുന്നിൽ, ഇത് ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ പ്രധാനപ്പെട്ട ഓഫീസ് സ്ഥിതി ചെയ്യുന്ന ഇവിടെ കുത്തിയിരിക്കുകയായിരുന്നു. ഈ പ്രദേശത്താണ്, ഈ ഭാഗത്താണ് അവർ കുത്തിയിരുന്നത്. അവർക്ക് കൃത്യമായി അട്ടിമറിക്കാണ്, തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനുള്ള ശ്രമമാണ് അമിത്ഷായുടെ നേതൃത്വത്തിൽ നടക്കുന്നത് എന്നുള്ളൊരു കാര്യമാണ് അവർ ആരോപിച്ചിരിക്കുന്നത്. കാര്യം തെരഞ്ഞെടുപ്പുകൾ ആസൂത്രണം ചെയ്യുകയും നടപ്പിലാക്കുകയും ചെയ്യുന്ന കൃത്യമായി ഡിജിറ്റൽ ഓഫീസ് അടക്കം പ്രവർത്തിക്കുന്ന ഐപാക്കിൻ്റെ ഓഫീസിലാണ് ബംഗാളിൽ റെയ്ഡ് നടന്നത്. ഇത് അമിത്ഷാ അറിഞ്ഞുകൊണ്ടുള്ള, അമിത്ഷാ നിയന്ത്രിക്കുന്നതിനനുസരിച്ച് റിമോട്ട് കൺട്രോൾ ചെയ്താണ് ഇത്തരത്തിലുള്ള ഒരു തെരഞ്ഞെടുപ്പ് അട്ടിമറി നടത്തുന്നത്. തൃണമൂൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികൾ ആരൊക്കെയാണ്, അവരുടെ പോസിറ്റീവ്, നെഗറ്റീവ് തുടങ്ങിയ കാര്യങ്ങൾ കൃത്യമായി ഉള്ള ഒരു ഡോക്യുമെൻ്റ് അടക്കമാണ് ഈ ഐപാക്കിൻ്റെ ഓഫീസിലുണ്ടായിരുന്നത്. ഇത്തരത്തിലുള്ള ഓഫീസിൽ കടന്നു കയറി ബി ജെ പിക്ക് വേണ്ടിയാണ് ഈ ഇ.ഡി. ഇപ്പോൾ പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവിടെ റെയ്ഡ് അടക്കം നടത്തിക്കൊണ്ടിരിക്കുന്നത് ബി ജെ പിയുടെ ഒരു സേവ നടത്തുകയാണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്ക് ഇനി അധികാരത്തിൽ തുടരാൻ അനുവാദമില്ല എന്ന് ചൂണ്ടിക്കാണിച്ചാണ് കടുത്ത പ്രതിഷേധം നടത്തിയത്. ഈ കർത്തവ്യഭവത്തിലേക്ക് ആഭ്യന്തര മന്ത്രാലയം മാറിയതിനു ശേഷം ഏറ്റവും കടുത്ത ഒരു പോരാട്ടം, അല്ലെങ്കിൽ കടുത്തൊരു സമരം ഇവിടെ സാക്ഷ്യം വഹിക്കുന്നത് ആദ്യമാണ്. കാര്യം ആദ്യം അമിത്ഷായുടെ കൃഷ്ണമേനോൻ മാർഗിലെ റോഡിലേക്ക്, ആ ഭവനിലേക്ക് ഒരു പ്രതിഷേധം നടത്തുമെന്നാണ് അറിയിച്ചിരുന്നത്. പക്ഷേ പൊടുന്നനെ അവർ സമരവേദി മാറ്റുകയും ഈ ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ പ്രധാന ഓഫീസിൽ വന്ന് കുത്തിയിരിക്കുകയുമാണ് ചെയ്തത്. ഇതോടുകൂടി തന്നെയാണ് കാര്യം, ആ സമയത്ത് വലിയ തരത്തിലുള്ള സുരക്ഷയൊന്നും ഈ പ്രദേശത്ത് ഏർപ്പെടുത്തിയിരുന്നില്ല. ഈ എം പിമാർ വന്ന് കുത്തിയിരുന്നതോടുകൂടി അവരെ പിടിച്ചു മാറ്റാനുള്ള ശ്രമം ആരംഭിച്ചു. അവരുടെ ധർണ ഇവിടെ അനുവദിക്കില്ല, ഇവിടെ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു സ്ഥലമാണ് എന്നുള്ളൊരു കാര്യമാണ് പ്രധാനമായും ചൂണ്ടിക്കാണിച്ചത്. പക്ഷേ ഒരു കാരണവശാലും തങ്ങൾ ഇവിടുന്ന് പിരിഞ്ഞു പോവില്ല എന്ന് മഹുവ മൈത്ര, ഡെറിക് ഒബ്രിയാൻ തുടങ്ങിയ എം പിമാർ ചൂണ്ടിക്കാട്ടുകയായിരുന്നു. അവർ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് ഈ ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ മുന്നിൽ തന്നെ നിൽക്കുകയായിരുന്നു. ഒടുവിൽ പോലീസ് വലിച്ചഴച്ച് അവരെ കൊണ്ടുപോയിരിക്കുകയാണ്. ഇത് ഈ കാര്യം, ഈ കർത്തവ്യ ഭവൻ്റെ മുന്നിൽ ആദ്യമായിട്ടാണ് ഒരു പാർട്ടി, ഒരു പ്രതിപക്ഷത്തെ പാർട്ടി ഇത്രയും ശക്തമായ ഒരു പ്രതിഷേധം നടത്തുന്നത്. ഇത്തരത്തിലുള്ള ഒരു പ്രതിഷേധം ഒരു കാരണവശാലും പോലീസ് കരുതിയിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരു കൃത്യമായൊരു മുന്നൊരുക്കവും അവർക്ക് നടത്താൻ കഴിഞ്ഞിരുന്നില്ല. പ്രതിപക്ഷ പാർട്ടികളെ ഒരു തീക്ഷ്ണമായ സമരത്തിന് തന്നെയാണ് തൃണമൂൽ കോൺഗ്രസ് ഈ ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ മുന്നിൽ തുടക്കമിട്ടിരിക്കുന്നത്.